ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇതാ രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകട്ടെ. കൊടുങ്ങല്ലൂർ അമ്പലത്തിലാണ് പോകുന്നത്. ഇന്ന് എൻ്റെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇതാ ഇന്നലെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പോവാന്ന്. അപ്പോൾ ഇതാ ഞങ്ങൾ എല്ലാവരും കൂടി പോവാണ്. ചുഞ്ചുരു ബേബി അച്ചായൻ്റെ അടുത്തിരിക്കാം കേട്ടോ. വാശി പിടിച്ചിട്ടാണ് അച്ഛൻ്റെ കൂടെ ഇരിക്കുന്നത്. എൻ്റെ അടുത്തേക്ക് വരാൻ വേണ്ടിയിട്ട് വരുന്നില്ല. അപ്പോൾ ഇതാ അമ്മ കാര്യമായിട്ട് എന്തോ പണിയിലാണ്. കുറേ പേര് വിഷൊക്കെ അയച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കൃഷ്ണൻകോട്ട കൂടിയാണ് കേട്ടോ നമ്മളെപ്പോഴും പോകാൻ. ഇതാ നമ്മളവിടെ എത്തിയിട്ടുണ്ട്. ഇന്ന് സൺഡേ ആയിരുന്നു തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാർ പാർക്കൊക്കെ ചെയ്യാൻ കുറേ ബുദ്ധിമുട്ടി കേട്ടോ. എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ഈ കുറച്ച് നാൾ മുമ്പ് പോയപ്പോൾ പോലും ഇത്രയും തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് ഇപ്പോൾ കുറച്ച് നാൾക്കിടയിൽ കാണുന്നത്. കാരണം അത്ര തിരക്കുണ്ടായിരുന്നു. കല്യാണങ്ങൾ ഉണ്ടായിരുന്നു, ചോറൂണ്, അങ്ങനെ കുറേ പരിപാടികൾ ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അവിടെ. അപ്പോൾ അതാ ഞങ്ങളന്ന് ക്യൂവിലേക്ക് പോകാൻ കേട്ടോ. ക്യൂ ഒരു കുഞ്ഞ ക്യൂ ഒക്കെ ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ പോയേ. പക്ഷെ ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തെറ്റി. വലിയൊരു നീണ്ട ക്യൂ തന്നെയായിരുന്നു കേട്ടോ. പിന്നെന്താ, നമുക്ക് ക്യൂ നിന്നേ പറ്റൂ. പിന്നെ ഓരോ വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ എന്താ പറയുക, ടൈമൊക്കെ പോകുന്നൊക്കെ വിചാരിച്ച് അങ്ങനെ നിന്നു ഞങ്ങൾ. ചുഞ്ചിരി കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ ഒക്കത്ത് കയറിയിട്ടുണ്ട് കേട്ടോ. എത്ര തിരക്കായാലും എന്താ, അമ്മയെ കാണാൻ വന്നു കഴിഞ്ഞാൽ അമ്മയെ കണ്ടിട്ട് തന്നെ നമ്മൾ തിരിച്ചു പോകണം. കുറേ പേര് പുറത്തൊക്കെ നിന്ന് തൊഴുന്നുണ്ട് കേട്ടോ, അകത്തേക്ക് കയറാനുള്ള മടി കാരണം. പക്ഷെ ഞങ്ങളിതാ ക്യൂ ഒക്കെ നിന്ന് അകത്തൊക്കെ തൊഴുത് ഇതാ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ തന്നെ നമുക്കൊരു ആശ്വാസം. കാരണം അത്രയും തിരക്കായിട്ട്, ചൂടും ഭയങ്കര തിരക്കും. പിന്നെ ആ വഴിപാട് കഴിച്ചതിൻ്റെ പ്രസാദമൊക്കെ ഒരു സ്ഥലത്ത് വന്നിരുന്ന് ചുഞ്ചുരിന് കൊടുക്കാണ്ടോ. ചുഞ്ചുരിന് അമ്പലത്തിലെ പ്രസാദമൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചൂട് കാരണം കാല് നിലത്ത് കുറ്റാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അമ്മ അതിൽ ചൂടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ഇതാ പോരാൻ നിൽക്കുമ്പോഴാണ് ഒരു ചേച്ചി കൈ നോക്കാമെന്ന് പറഞ്ഞ് വന്നത്. അങ്ങനെ ഇതാ അബിയേട്ടൻ്റെ കൈയൊക്കെ നോക്കിട്ടോ. നമ്മൾ എന്താ പറയുക, ഇതൊക്കെ സത്യമാണോന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയണ കുറേ കാര്യങ്ങളൊക്കെ സത്യമാണ്. അത് അവരെങ്ങനെയാണ് പറയുന്നതെന്നും നമുക്കറിയില്ല. അങ്ങനെ ഇതാ നമ്മൾ കൈയൊക്കെ നോക്കി തിരിച്ച് പോവാണ് കേട്ടോ. മുഖമൊക്കെ ഒരു പരിവായിട്ടുണ്ട്, ടാൻ അടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ മാറ്റിയെടുക്കാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. തിരിച്ച് വരുന്ന വഴി ഇതാ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറിയിട്ടുണ്ടായിരുന്നു. അമ്മേൻ്റെ ബർത്ത്ഡേ ആയിട്ട് പായസമൊക്കെ വയ്ക്കാനായിട്ട് പായസ കിറ്റൊക്കെ മേടിക്കാൻ കയറിയതാണ്. അപ്പോൾ ഈ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.